നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും. ഗ്രീഡ് സാറാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് വിത്ത് ഗ്രേറ്റ് എക്സ്പ്ലനേഷൻസ്. ഗ്രേറ്റ് എന്ന് പറയുന്നില്ല, എക്സ്പ്ലനേഷൻസ്. ഓക്കെ, ഏത് പാഠമാണ്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും, ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും, പ്ലസ് 1 ഗവൺമെന്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നേക്കുന്ന 2-3 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഭയങ്കര ടഫ് ചാപ്റ്റർ എന്ന് പറയുന്ന ഒരെണ്ണമാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. നിങ്ങൾ ഈ പറയുന്ന കുട്ടികൾ ഇപ്പോഴും ക്ലാസ് കാണാത്ത കുട്ടികൾ ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് അതിനകത്തെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന ചാപ്റ്റർ കാണുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത്രയും സിമ്പിളായ ഒരു ചാപ്റ്റർ ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അത് അധ്യാപകനായോണ്ട് സാർ പറയുമല്ലേ, സാറിനെല്ലാം അറിയാം, അങ്ങനല്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ അത് പഠിപ്പിച്ചേക്കുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ഉറപ്പായിട്ടും അത് കാണുവാണെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മിസ്സാക്കത്തില്ല. അന്നേരം ഇപ്പോഴും ഞാൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിക്കുമ്പോഴും ഇതേ ലെവലിലാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വസ്തുത ഞാൻ പറയാം, ഞാൻ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് 7 മണിക്കും 5 മണിക്കും ഷെഡ്യൂൾ ചെയ്യുകയാണ്. യൂട്യൂബിന്റെ എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും കിട്ടുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഒരിക്കലും എൻ്റെ കുറ്റമല്ല. നിങ്ങൾ കിട്ടുമ്പം, നിങ്ങൾ ഈ ക്ലാസ്സിൽ കിട്ടുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളിലേക്ക് നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. അത് എൻ്റെ കുറ്റമല്ല. എല്ലാവർക്കും പൊതുവെ എനിക്ക് യൂട്യൂബിന്റെ മൊത്തത്തിൽ തകരാറുണ്ട്. ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു, അതാണ് പ്രശ്നം. ഓക്കെ, അന്നേരം നമുക്ക് പ്ലസ് 1 ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്ന ഏറ്റവും ഈസി എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു മാത്സ് ഫോളോയിങ് ആണ്. മാത്സ് ഫോളോയിങ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് അറിഞ്ഞിരിക്കണം. നമുക്ക് കിട്ടിയ 3 മാർക്ക് 4 മാർക്ക് കിട്ടുന്ന സാധനമാണ്. ടേബിൾ ഷോ ഓഫ് അനലോഗി ബിറ്റ്വീൻ, അനലോഗി എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ബിറ്റ്വീൻ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ലീനിയർ എന്നുള്ളതാണ്. ലീനിയർ ആൻഡ് റൊട്ടേഷൻ മോഷൻസ് മാച്ച് ദി ഫോളോയിങ്. സ്വാഭാവികമായിട്ടും 2 കോളം ഉണ്ട്, ലീനിയർ മോഷൻ, റൊട്ടേഷൻ മോഷൻ. ലീനിയർ മോഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ട്രാൻസ്ലേഷൻ മോഷൻ, റൊട്ടേഷൻ മോഷൻ. ഇവിടെ വെലോസിറ്റി ഉണ്ട്, മാസ് ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, ഹാഫ് mv² ഉണ്ട്, a dv/dt ഉണ്ട്, f dp/dt ഉണ്ട്. ഇവിടെയും കുറെ ടൈം ഉണ്ട്. ഇവിടെ 1 2 3 4 5 6, ഇവിടെ 1 2 3 4 5 6 7. അങ്ങനെയുണ്ട്. കൂടുതലായി പോയതല്ല, ക്വസ്റ്റ്യനകത്തുള്ളതാണ്. ഓക്കെ, അന്നേരം ഞാൻ കുറെ ടിപ്സും ട്രിക്സും പറഞ്ഞുതരാം. എന്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഈ ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനകത്തുള്ള മോഷനാണ്. റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സർക്കുലർ മോഷനാണ്. ഇതിനെ നന്നായിട്ട് നമ്മളങ്ങ് കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ടൊന്ന് പഠിച്ചിരിക്കണം. ഉദാഹരണം ഒരു ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. ലീനിയർ മോഷൻ അത് ഫോഴ്സിനുള്ള ഇക്വേഷൻ അല്ലേ? F = ma. ഇത് ലീനിയർ മോഷൻ. റൊട്ടേഷൻ മോഷൻ ഇക്വേഷൻ എന്തോ ആയിരുന്നു? τ = I α. ഇത് റൊട്ടേഷൻ മോഷൻ. അന്നേരം നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഇത് സാർ എങ്ങനെ എഴുതി? സാറോട് ചോദിക്കുന്ന സംശയം തന്നെയാണ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഫോഴ്സ് എന്ന് പറയുന്നത് ലീനിയർ മോഷൻ ആണെങ്കിൽ അതേ സ്ഥാനത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. അന്നേരം എപ്പോഴും നമ്മൾ ഫോഴ്സിന്റെ സ്ഥാനത്ത് എന്ത് റീപ്ലേസ് ചെയ്യണം? ടോർക്ക്. ടോർക്ക് ഡിനോട്ട് ലെറ്റർ ആണ് ടോ. എപ്പം ഫോഴ്സ് ഉണ്ടോ ലീനിയർ മോഷനകത്ത് ഇപ്പുറത്ത് അതേ സെയിം വാക്ക് ഏതാണ്? ടോർക്കാണ്. ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന റൊട്ടേഷൻ മോഷനകത്ത് ടോർക്കാണ്, മറക്കരുത്. അടുത്തത് എം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര പറഞ്ഞാലും കുട്ടികൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. എമ്മിനെ റീപ്ലേസ് ചെയ്യുന്നത് എന്തുവാ? ഐ. ഐ എന്ന് പറഞ്ഞാൽ എന്തുവാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് ടോർക്ക്, ഇത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ. അടുത്ത എ എന്ന് പറയുന്നത് ലീനിയർ മോഷനകത്ത് ആക്സലറേഷൻ ആണ്. അതിനെ റീപ്ലേസ് ചെയ്യുന്നത് ആൽഫ ആണ്. നിങ്ങൾ ഇങ്ങനെ നോക്കുക, ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ. ഞാൻ ഈ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്ന എല്ലാം റൊട്ടേഷൻ മോഷന്റെ എക്സാമ്പിളുകളാണ്. റൊട്ടേഷൻ മോഷന്റെ കറസ്പോണ്ടിങ് ആണ് ലീനിയർ മോഷൻ, റൊട്ടേഷൻ മോഷൻ. എപ്പോഴും ഓർക്കുക, ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നത് ടോർക്കാണ്, മറക്കരുത്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ 2 ഇക്വേഷൻ അങ്ങനെ കുറെ ടേബിൾ നമുക്ക് കിട്ടും. മാസിനെ റീപ്ലേസ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. മാസിനെ റീപ്ലേസ് ചെയ്യുന്നത്
മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ആക്സലറേഷൻ റീപ്ലേസ് ചെയ്യുന്നത് ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ. അതുപോലെ തന്നെ വി സാധാരണ വെലോസിറ്റിയാ, റൊട്ടേഷൻ മോഷൻ അതുള്ള വെലോസിറ്റി പറഞ്ഞ പേരാണ് ആംഗുലർ വെലോസിറ്റി. ഇത്രയും കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, ഇത്രയും ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടെങ്കിൽ, ഇതൊരു ബേസിക് കൺസെപ്റ്റ് ആണ്. ഇതറിയാമെങ്കിൽ നമുക്ക് ഏതവനെയും പിടിക്കാം. ഈ ചാപ്റ്റർ ഈസി ആക്കാം. ഇനി നിങ്ങൾ ഇവിടെ നോക്കും, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റിയാണ്. അതിന് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഞാൻ എഴുതുന്നില്ല, ആംഗുലർ വെലോസിറ്റി അല്ലേ? വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി. മാസ് കണ്ടോ, ഇവിടാണ് മാസ്. ഇവിടെ നോക്കുമ്പോൾ മാസിന് പകരം എന്ത് കൊടുക്കും? മാസിന് പകരം ഞാൻ പറഞ്ഞു എമ്മിന് പകരം ഐ ആണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. കണ്ടോ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അടുത്ത ഫോഴ്സിന് പകരം എന്ത് കൊടുക്കാം? ടോർക്ക്. കണ്ടോ, ഹാഫ് എം വി സ്ക്വയർ അല്ലേ? അതിന് വേറെ ഓപ്ഷൻ ഇല്ലെന്ന് എഴുതുള്ളൂ. ഒരു ഓപ്ഷനോടെ ഞാൻ എഴുതുകയാണ്, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കും ഇതെന്താ എഴുതിയത്? ഞാൻ ഇപ്പൊ ഈ ഭാഗം എഴുതിയിൽ ഒരെണ്ണം മിസ്റ്റേക്ക് വന്നതാണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എഴുതാനുള്ള കാരണം എന്താ? ഹാഫ് എമ്മിന് പകരം വേണ്ടത് ഐ ആണ്, വിക്ക് പകരം വേണ്ടത് ഒമേഗയാണ്. അന്നേരം ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് അതിന്റെ ഉത്തരം. അതിനകത്തുള്ളതാണ് കേട്ടോ, ക്വസ്റ്റിനകത്തുള്ളതാണ്, ഞാൻ മിസ്സാക്കിയതാണ് കേട്ടോ, സോറി. A is equal to dv by dt. എക്ക് പകരം ആൽഫ ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, വിക്ക് പകരം ഡി ഒമേഗ ബൈ dt. ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ. F is equal to dp by dt. എഫിന് പകരം ടോ is equal to dp. പിക്ക് പകരം എപ്പോഴും ഓർത്തോണം, അതോട് ഓർത്തിരിക്കുക, പിക്ക് പകരം L. പി എന്ന് പറഞ്ഞാൽ സാധാരണ മൊമെന്റ്, ആംഗുലർ മൊമെന്റം ആണ് ഏത്? L, ആംഗുലർ മൊമെന്റ്. ഈ കൺസെപ്റ്റ് കിട്ടണം, കിട്ടിയാൽ നിങ്ങൾ പറപ്പിച്ചു. സിമ്പിൾ. നേരം A is equal to dv by dt ആണെങ്കിൽ ആൽഫ is equal to d omega by dt, F is equal to dp by dt, 2 is equal to dl by dt. ഇതാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഡിഗ്രി ഫിസിക്സിനൊക്കെ ഫസ്റ്റ് ഇയറിലൊക്കെ സബായിട്ട് പഠിക്കുമ്പോൾ, അതായത് മാത്സിനും കെമിസ്ട്രിക്ക് സബായിട്ട് ഫിസിക്സ് പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ വീണ്ടും കയറി വരും. അവിടെയൊക്കെ നല്ലതുപോലെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി, വെരി ഈസി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം നന്നായിട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, സിമ്പിൾ, ഹമ്പിൾ, ഈസി ചാപ്റ്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അല്ല, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ഇത് 2020 നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, എ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് wound round the rim of a flywheel mounted on a horizontal axle as shown in figure. ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത് തന്നെ. ഒരു സർക്കുലർ റിങ് അല്ലെങ്കിൽ ഒരു സർക്കുലർ റിങ് പോലെ ഇരിക്കുന്നു. അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കും R. മാസ് തന്നിട്ടുണ്ട് 20 കിലോഗ്രാം. R തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. ഫോഴ്സ് തന്നിട്ടുണ്ട് 25 ന്യൂട്ടൺ. ഇത്രയും കാര്യങ്ങൾ ഡേറ്റ ആയിട്ട് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ദി ആംഗുലർ ആക്സലറേഷൻ. ഇവിടെ നമ്മൾ വെച്ച് പിടിച്ചോണം, ആംഗുലർ ആക്സലറേഷൻ ഡിനോമിനേറ്റർ ആൽഫയാണോ മനസ്സിലാക്കണം. Of the flywheel if the steady pull of 25 Newton is applied on the cord, moment of inertia of the flywheel about an axis. ഫ്ലൈവീലിന്റെ ആക്സിന് മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട് mr²/2. കേട്ടോ, ഇത്രയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് കണ്ടുപിടിക്കണം? ആൽഫ കണ്ടുപിടിക്കണം. കാരണം അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നല്ല. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്കൊന്ന് മെനക്കെടാൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു പക്ഷേ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം തിയറി പാർട്ട് നന്നായിട്ട് അറിയാവുന്നവര് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. നോക്കാം, ചെയ്യാൻ നോക്കാം. തന്നിരിക്കുന്ന ഡേറ്റയിൽ നന്നേക്കാം, എഴുതിയേക്കാം. ആദ്യം മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to ഫ്ലൈവീലിന്റെ mr²/2. M തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 20 കിലോഗ്രാം. R തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. സെന്റിമീറ്റർ മീറ്റർ ആക്കണമെങ്കിൽ 20 × 10⁻², അല്ലെങ്കിൽ 20/100. 20/100 സിമ്പിൾ ആയിട്ട് തന്നിട്ടില്ലേ? 0.2 മീറ്റർ. അന്നേരം M ഉം R ഉണ്ട്. അന്നേരം മൊമെന്റ് ഓഫ് ഇനർഷ്യ I കണ്ടുപിടിക്കാമല്ലോ. I is equal to കൊച്ചുപിള്ളാരോട് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. M എന്ന് പറയുന്നത് 20 × 0.2 the whole square by 2 E2. mr²/2. I is equal to
0.4. യൂണിറ്റ് എല്ലാം ഈ ചാപ്റ്ററിനകത്ത് എല്ലാവരും തെറ്റിക്കുന്നതാണ്, ശ്രദ്ധിക്കണം. I is equal to 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. കാരണം ഐക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mr സ്ക്വയർ. എമ്മിന്റെ മാസിന്റെ കിലോഗ്രാം, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ മീറ്റർ, ആർ സ്ക്വയർ ആവും മീറ്റർ സ്ക്വയർ, അതുകൊണ്ടാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഐ കണ്ടുപിടിച്ചു. ടോർക്ക് കണ്ടുപിടിക്കാം, കാരണം ആൽഫ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറഞ്ഞ റിലേഷനാണ്. അവിടെ ടോർക്കും കണ്ടുപിടിക്കണം. ടോ ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 25 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് 0.2 മീറ്റർ. 25 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ മീറ്റർ. അവിടെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിന്റെ മീറ്റർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആൽഫ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. അതിൽ നിന്ന് ആൽഫ ഈസ് ഈക്വൽ ടു ടോ ബൈ ഐ. ടോ നമ്മൾ കണ്ടുപിടിച്ചു 5 ബൈ ഐ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു 0.4. കണ്ടോ? എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ പോയി. ആൽഫ ഈസ് ഈക്വൽ 5 ബൈ 0.4. ആൽഫ ഈസ് ഈക്വൽ ടു 12.5. നിങ്ങളോട് ചെയ്ത് നോക്കണം കേട്ടോ. ആംഗുലർ ആക്സലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ റേഡിയൻ പെർ സെക്കൻഡ്, ഇത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ല മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതരുത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിനകത്ത് യൂണിറ്റുകളെല്ലാം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രോബ്ലം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ് 2020. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ദി മോസ്റ്റ് awaiting question, the most important question, applications of law of conservation of angular momentum. ഇത് ചോദിക്കാത്ത വർഷങ്ങൾ ഈ കണ്ടിട്ടില്ല. ഒരു പെൺകുട്ടി ഇങ്ങനെ ഡാൻസ് ചെയ്ത് നിൽക്കുന്നതായിട്ടൊരു ഫോട്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ ഡയഗ്രാം കാണും അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് കാണും. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആണ്, ഇഷ്ടം പോലെ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അന്നേരം പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അതിനുള്ള ടിപ്പുകളും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എന്റെ വീഡിയോക്കകത്തും ഇത് തിയറിയുടെ വീഡിയോക്കകത്തും ഇത് കൃത്യമായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം എന്ന് ഉറപ്പായിട്ടും ഉറപ്പിച്ചു പറയുന്നു, കണ്ടിരിക്കണം കേട്ടോ. ഇപ്പോഴും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ബാലെ ഡാൻസ്. ബാലെ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലെ നാടകത്തിനകത്തുള്ള ഡാൻസ് അല്ല. ബാലെ സ്പെല്ലിംഗ് BALLET. ബാലറ്റ് എന്നല്ല വായിക്കുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് ബാലെ. ഡാൻസർ can increase her angular velocity by folding her arms and bringing the stretched leg close to the other way. ഒരു ബാലെ ഡാൻസർ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ കൈ ഇങ്ങനെ വെച്ചു, കാണുന്നുണ്ടോ? കൈയുടെ വരട്ടെ കാണത്തില്ല, കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തേ. ഓക്കെ, സ്ട്രെച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് ആക്സിസ് എന്ന് വിചാരിക്കുക. ഈ ആക്സിന് അടുത്തുള്ള ഡിസ്റ്റൻസ് കൂടിയില്ലേ അല്ലേ? ആക്സിന് അടുത്ത് ഡിസ്റ്റൻസ് കൂടി, രണ്ടിടത്ത് ഡിസ്റ്റൻസ് കൂടി. നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ അനുസരിച്ച് I is equal to mr സ്ക്വയർ ഇല്ലേ? ഇതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അന്നേരം റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞ ഒരു ഇന്നബിലിറ്റിയാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ അവിടുത്തെ ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി കുറയും. അന്നേരം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടുത്തെ ഡിസ്റ്റൻസ് കൂടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംഗുലർ വെലോസിറ്റി ആംഗുലർ സ്പീഡ് കുറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. തിരിച്ച് ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഞാൻ കൈ ഇങ്ങനെ വെച്ചു. ഇപ്പം നിങ്ങൾ നോക്കി എന്ത് രസമുണ്ട് അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് കുറഞ്ഞു, മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞു, ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി കൂടി. അതാണ് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ഉറപ്പായിട്ടും ഡിസ്റ്റൻസ് കുറഞ്ഞു, മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞു, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ സ്പീഡ് കൂടി. അതാണ് ഇവിടെ ആൻസർ. ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ, ഈ ഇക്വേഷനിൽ ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ എന്ത് എളുപ്പം അറിയോ? അതായത് ഡിസ്റ്റൻസ് ഇൻക്രീസസ്. ഞാൻ ചുമ്മാ നിന്ന് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ്, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ increases. Therefore, angular velocity decreases. മനസ്സിലായോ? തിരിച്ച് ഡിസ്റ്റൻസ് ഡിക്രീസസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിക്രീസസ്, ആംഗുലർ വെലോസിറ്റി ആംഗുലർ സ്പീഡ് ഇൻക്രീസസ്.
ഇത് വളരെ സിമ്പിൾ. ആദ്യത്തെ ഉത്തരവായി. രണ്ടാമത്തെ ഇതിനെല്ലാത്തിനും ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മാർക്കും കിട്ടും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ സെന്റൻസ് എഴുതണം. ആദ്യത്തെ സെന്റൻസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ്. ക്ലിയർ? അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൗ എ സ്വിമ്മർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജമ്പിങ് ഫ്രം എ ഹൈറ്റ് ഈസ് ഏബിൾ ടു ഇൻക്രീസ് ദി നമ്പർ ഓഫ് ലൂപ്സ് മെയ്ഡ് ഇൻ ദി എയർ. നമ്മൾ ഈ ഒളിമ്പിക്സ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ലൂപ്പായിട്ട് കൈ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ലൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങി ചാടുന്ന വരാം. എന്നാൽ നിങ്ങൾ അവിടുത്തെ നോക്കിയേ, ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണെങ്കിൽ അവിടുത്തെ ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി കൂടുതലാണ്. അങ്ങനെ പെട്ടെന്ന് ലൂപ്പായിട്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് നല്ല വെലോസിറ്റി താഴോട്ട് വരാം. ഇത് ഫിസിക്സ് ഭയങ്കര സംഭവമല്ലേ? നിങ്ങൾ ആലോചിക്കുക. സിമ്പിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് വെരി പവർഫുൾ. ഓക്കെയോ? അതാണ് അതിന്റെ ഉത്തരം. അന്നേരം അതിന്റെ കൂടെ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ സെന്റൻസ് എന്ത് എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ്. എന്ത് 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടത്തില്ലേ? പിന്നെ റീസൺ എന്ത് എളുപ്പമായി. അടുത്ത ക്വസ്റ്റ്യൻ. എ കാറ്റ് ഈസ് ഏബിൾ ടു ലാൻഡ് ഓൺ ഇറ്റ്സ് ഫീറ്റ് ആഫ്റ്റർ ഇറ്റ്സ് ഫോൾ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. Give the law of conservation of angular momentum. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് explain how the cat is able to do so. ഈ cat is able to land on its feet after its fall എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ it is an application of angular momentum എന്ന് എഴുതിയേക്കണം. അതിന് സംശയം വേണ്ട, 1 മാർക്കും കിട്ടും. അന്നേരം ഈ പൂച്ചയും പട്ടിയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അസാധാരണ കഥാപാത്രങ്ങളാണ്. അവർക്ക് കിട്ടുന്ന മെമ്മറി, അവരുടെ ബ്രെയിൻ ഒന്നും സാധാരണ മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്ന നല്ലെന്നാൽ പോലും ഭയങ്കരമാണ്. രക്ഷയില്ല. അന്നേരം പൂച്ചയുടെ കാര്യത്തിൽ ഞാൻ എന്തോ പറഞ്ഞേക്കുന്നത്, നല്ല ഹൈറ്റിൽ നിന്ന് പൂച്ച ചാടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പൂച്ച ചാടിയിട്ട് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഒരു പ്രശ്നമില്ല, അത് തെന്നി വീഴത്തൊന്നുമില്ല. നല്ല ഹൈറ്റിൽ നിന്ന് അത്യാവശ്യം ഹൈറ്റിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നല്ല. നമ്മളാണെങ്കിൽ മൊത്തം ഉടഞ്ഞ് പടക്കം നമ്മൾ കിടക്കും. അന്നേരം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കാലിക്കും. അന്നേരം സ്ട്രെച്ച് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ എന്തുവാ? ഡിസ്റ്റൻസ് കൂടി, 6 കൂടി, ഡിസ്റ്റൻസ് കൂടി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടി. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയാൽ ആംഗുലർ സ്പീഡ് കുറയും. ഇതൊന്നും യഥാർത്ഥത്തിൽ പൂച്ചയ്ക്ക് അറിയത്തില്ലല്ലോ. ആംഗുലർ സ്പീഡ് കൂടുവന്നോ ആംഗുലർ മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ ഒന്നുമില്ലല്ലോ. പക്ഷെ അത് നിങ്ങൾ ആലോചിക്കുക, സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കൂടി, ഡിസ്റ്റൻസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പോൾ അവിടുത്തെ ആംഗുലർ സ്പീഡ് വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുക. ഒരു സ്കിഡിങ്ങോ ഒരു ആക്സിഡന്റോ ഉണ്ടാകത്തില്ല. പൂച്ച സാധാരണക്കാരിയല്ല, മിടുക്കനല്ലേ? അതാണ്. അന്നേരം അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. Give the law of conservation of angular momentum. എന്തു ഈ ആംഗുലർ മൊമെന്റത്തിന്റെ ലോ? If no external torque acts on the system, the total angular momentum remains constant. ഇതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ലീനിയർ മൊമെന്റം പഠിക്കാം. If no external torque force acts on the system, the total linear momentum remains constant. അപ്പോൾ രണ്ട് ലോ ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചേ. പിന്നെ explain how the cat is able to do so. റീസൺ മനസ്സിലായല്ലോ. അന്നേരം ഇതെല്ലാം എന്റെ നോട്ടിനകത്ത് കിടപ്പുണ്ട്. ഡിസ്ക്രിപ്ഷനകത്ത് ഈ വീഡിയോസ് പോയി കണ്ടിട്ട് അതിന്റെ നോട്ട്സ് കണ്ടാൽ ക്ലിയർ. ഓക്കെ, വാ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 2019 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചിലർ ഒരു രക്ഷയില്ല, വേണ്ട അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. പക്ഷെ ചിനി ചെയ്ത് പിടിക്കണം നിങ്ങൾ കേട്ടോ, എളുപ്പമാണ്. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 kilogram rotates about its axis with an angular speed of 100 radian per second. The radius of the cylinder is, cylinder ആണെന്നുള്ളത് വ്യക്തമാണ്, 0.25 meter. What is the kinetic energy? അങ്ങനെ നമ്മൾ kinetic energy കണ്ടുപിടിക്കാനുണ്ട്. Associated with the rotation of the cylinder. What is the magnitude of angular momentum? കണ്ടോ, ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനുണ്ട് ഓഫ് ദി സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ടെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് കൈനറ്റിക് എനർജിയാണ്, 2 ആംഗുലർ മൊമെന്റം ആണ്. രണ്ടും കണ്ടുപിടിക്കണം അല്ലേ? തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് വൃത്തിയായിട്ട് എഴുതാം. ഒരിക്കലും പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കുക, മാർജിനിൽ കൊണ്ടുപോയി ഡേറ്റ എഴുതരുത്. കൃത്യമായിട്ട് എഴുതി നമ്മുടെ ആൻസർ ഷീറ്റിന്റെ മിഡിൽ ഷീറ്റിൽ തന്നെ, മിഡിൽ പേജിൽ തന്നെ കൃത്യമായിട്ട് എഴുതി പോവുക. അല്ലാതെ മാർജിനിൽ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതരുത്, അത് മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല. കൃത്യമായിട്ട് റെഗുലറായിട്ട് എഴുതുന്ന പോലെ എഴുതുക കേട്ടോ, പേപ്പറിൽ തന്നെ. ഓക്കെ, എം മാസ് തന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ക്യാപിറ്റൽ എം ആയിട്ട് എഴുതുന്നത്. ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു 20 kilogram തന്നിട്ടുണ്ട്. ആംഗുലർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി തന്നെയാണ്, അത് ഒമേഗ. അത് മറക്കരുത്, ആംഗുലർ സ്പീഡ് ആണെങ്കിൽ ആംഗുലർ വെലോസിറ്റി ഡിനോട്ട് ലെറ്റർ ഒമേഗ. 100 radian per second ആണ്. ക്യാപിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് 0.25 മീറ്റർ ആണ്.
I സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഹാഫ് mr² ആണ്, 1/2 mr². അങ്ങനെയാണെങ്കിൽ I is equal to 1/2 into m ന് പകരം സിമ്പിൾ ആയിട്ട് 20 into r² എന്ന് പറയാം. r എന്ന് പറയുന്നത് 0.25, r² എന്ന് പറയുന്നത് 0.25 whole square എന്ന് പറഞ്ഞാൽ I is equal to 0.625 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. യൂണിറ്റ് എങ്ങനെയാണെന്നൊക്കെ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. I കിട്ടി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കൈനറ്റിക് എനർജി is equal to half I omega square. അതെങ്ങനെ സാറേ വന്നത്? നമ്മൾ പഠിച്ചതാണ് കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഞാൻ ഡിറൈവ് ചെയ്ത് പഠിപ്പിച്ചതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇതെങ്ങനെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. കൈനറ്റിക് എനർജി is equal to ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചില്ലേ കമ്പാരിസൺ, ഹാഫ് mv². റൊട്ടേറ്റിംഗ് ബോഡി ആണെങ്കിൽ ഹാഫ്, അതുപോലെ തന്നെ രണ്ടിനും ഹാഫിന് വ്യത്യാസമൊന്നുമില്ല. എമ്മിന് പകരം I, വിക്ക് പകരം ഒമേഗ, ഹാഫ് omega². കണ്ടോ? ഇങ്ങനെ വേണം പഠിച്ചിരിക്കാൻ. അത് പെട്ടെന്ന് ഇക്വേഷൻ എഴുതാം. കൈനറ്റിക് എനർജി ഇക്വേഷൻ ആരും മറക്കത്തില്ല, ഹാഫ് mv². എമ്മിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ I, വിക്ക് പകരം ആംഗുലർ വെലോസിറ്റി, വെലോസിറ്റിക്ക് പകരം ആംഗുലർ വെലോസിറ്റി ഒമേഗ. ക്ലിയർ ആയി. ഹാഫ് I omega². കൈനറ്റിക് എനർജി ഫിസിക്കൽ ഹാഫ് ഇൻറ്റു ഐക്ക് പകരം 0.625 ഇപ്പം കിട്ടിയത്. ഇത് കിട്ടിയില്ലെങ്കിൽ ഇത് എഴുതാൻ പറ്റത്തില്ല. ഇൻറ്റു ഒമേഗയോട് തന്നിട്ട് 100 ഒമേഗ² 100² കിട്ടുമ്പോൾ കൈനറ്റിക് എനർജി 3125. എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഓക്കെ വാ, അടുത്ത കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. മെയിൻ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കണം. L is equal to I omega. L is equal to 0.625 I into omega എന്ന് പറഞ്ഞാൽ 100. L is equal to 62.5 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1. ആ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. L is equal to I omega അല്ലാതെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. L is equal to R into P. ആംഗുലർ മൊമെന്റത്തിന്റെ മെയിൻ ഇക്വേഷൻ ആണ്. L is equal to R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ മീറ്റർ ഇൻറ്റു മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി mv. സോറി ഇങ്ങോട്ട് P is equal to mv. അന്നേരം മാസിന്റെ കിലോഗ്രാം യൂണിറ്റ് എഴുതാണ്. വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റൈസ് ടു -1. L is equal to മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ. ആദ്യം കിലോഗ്രാം എഴുതാം. കിലോഗ്രാം എഴുതി. മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1. ഓക്കെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1. ഇങ്ങനെയാണോ? ഇത് 2019 പബ്ലിക് എക്സാം ചോദിച്ചാൽ 3 മാർക്ക് ചോദിച്ചു. റിപ്പീറ്റ് അടിച്ചാലും ചെയ്യാൻ ഇനി പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, പറഞ്ഞല്ലോ കേട്ടോ, പഠിക്കാൻ നേരം ഉന്മേഷം അയക്കണം. നമുക്ക് വേണം, നമുക്ക് മാർക്ക് ഇങ്ങനെ മേടിക്കണം, ഇങ്ങനെ തന്നേരെ അല്ലേ? ഓക്കെ, if one of the particle is heavier than the other, ഒരെണ്ണം ഹെവിയർ ഒരെണ്ണം ലൈറ്റർ പാർട്ടിക്കിൾ ആണ്, to which side will center of mass shift ആണ് കേട്ടോ. if one of the particle is heavier than the other, to which side will center of mass shift? ഇത് ഒരുപാട് വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. എപ്പോഴും ഹെവിയർ മാസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻസർ നോക്കിയോ, ഇറ്റ് വിൽ ഷിഫ്റ്റ് ക്ലോസർ ടു ദി ഹെവിയർ മാസ്. 2 മാസം ഉണ്ടെങ്കിൽ മാസ് കൂട്ടിയെടുത്തോട്ട് വരും, അത് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. നമ്മൾ ത്രാസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ. അന്നേരം if one of the particle is heavier than the other, to which side will center of mass shift? എപ്പോഴായാലും സെന്റർ ഓഫ് മാസ് ഹെവിയർ മാസിന്റെ അവിടെ ഷിഫ്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. അത് ഓർത്തിരുന്നാൽ മതി. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, സിമ്പിൾ. It will shift closer to the heavier mass. അടുത്ത ക്വസ്റ്റ്യൻ, a bucket containing water is rotated in a vertical circle. Explain why does not water falls down? ഫൈനൽ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ എന്തൊക്കെ എഴുതി വെക്കും അറിയത്തില്ലെങ്കിൽ. ഒരു ബക്കറ്റിനകത്ത് വാട്ടർ ഉണ്ട്, അത് വെർട്ടിക്കൽ സർക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും താഴോട്ട് പോകത്തില്ല. ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ ഒറ്റ വാക്കിലൂടെ വന്നാൽ മതി, സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ. അന്നേരം 2 മാർക്ക് കിട്ടിയില്ലേ? ക്ലിയർ ആയില്ലേ? ഇത് ഈസി അല്ലേ? ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ, സാർ ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് സാർ പാരലാക്സിസ് തിയറം പെർപെൻഡിക്കുലർ തിയറത്തിന്റെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടില്ല. ചെയ്യിക്കാൻ പോവാം. അടുത്തത് റെഡി? ഓക്കെ വാ. അടുത്തത് നമ്മൾ വളരെ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാരലാക്സിസ് തിയറം പെർപെൻഡിക്കുലർ തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. വളരെ അടിപൊളിയായിട്ട് ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ കണ്ടു നോക്കണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അന്നേരം ഇത്രയും സിമ്പിൾ ആയ ചാപ്റ്റർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. The moment of inertia of a uniform thin circular disc
That's the most important point. Thin circular disk ആണ്. About a diametrical axis of the disk is mr square by 4. അതിന്റെ diameter, diskന്റെ diameter തന്നിട്ടുണ്ട് mr square by 4, where m is the mass and r is the radius of the disk. ഇത്രയും തന്നിട്ടുണ്ട്. Question 2 ആണ്. There is a theorem which helps to find the moment of inertia of the disk about another axis parallel to the axis. Give the statement of this theorem. ഇതൊരു 2 mark question ആണ്. ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, there is a theorem which helps to find the moment of inertia of the disk about another axis parallel to the axis. രണ്ട് ആക്സിസ് ഇങ്ങനെ തരുവാണെങ്കിൽ അത് പാരലൽ ആക്സിസ് തിയറം ആണ് സ്വാഭാവികമായിട്ടും. അന്നേരം പാരലൽ ആക്സിസ് തിയറം ആണ് അതിന്റെ ഉത്തരം. അന്നേരം ഇതിനകത്ത് തന്നെ വ്യക്തമാണ് about another axis parallel to the axis. അന്നേരം ഏത് തിയറം എഴുതണം? പാരലൽ ആക്സിസ് തിയറം എഴുതണം. ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫിഗർ വരയ്ക്കണം. പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആ തിയറം അതുപോലെ എഴുതണം. എന്നിട്ട് ഇക്വേഷൻ എഴുതണം. I = ICM + MA². ഇത്ര എഴുതിയാലും നിങ്ങൾക്ക് ഈ 2 മാർക്ക് കിട്ടത്തുള്ളൂ. അല്ല പാരലൽ ആക്സിസ് തിയറം മാത്രം എഴുതരുത്. സ്റ്റേറ്റ്മെന്റ് ഗീവ് ദി തിയറം അല്ലെങ്കിൽ തിയറം 1 മാർക്ക് ആണെങ്കിൽ പാരലൽ ആക്സിസ് തിയറം മാത്രം മതി. 2 മാർക്ക് ആണെങ്കിൽ എന്തൊക്കെ എഴുതണം? സ്റ്റേറ്റ്മെന്റ് എഴുതണം, പടം വരയ്ക്കണം, സ്റ്റേറ്റ്മെന്റ് തിയറം എഴുതണം, എന്നിട്ട് നിങ്ങൾ ഇക്വേഷൻ എഴുതണം. ഇതാ മാത്രമേ 2 മാർക്ക് കിട്ടൂ. അടുത്ത ക്വസ്റ്റ്യൻ. യൂസിംഗ് ദിസ് തിയറം, ഏത് തിയറം? പാരലൽ ആക്സിസ് തിയറം. ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക് അബൌട്ട് എ ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദി ഡിസ്ക്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഏത് ബോഡിയുടെ, അത് ഡിസ്ക് ആയിക്കോട്ടെ, സ്ഫിയർ ആയിക്കോട്ടെ, റിംഗ് ആയിക്കോട്ടെ, ഏത് ബോഡിയുടെയും ഡയമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് സീറോ, ഏത് ബോഡിയുടെ ടാൻജന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പാരലൽ ആക്സിസ് സീറോ. ഇത് നിങ്ങൾ മറക്കാൻ പാടില്ല, മറക്കുക ചെയ്യരുത്. ഏത് ബോഡിയുടെയും ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് സീറോ, ഏത് ബോഡിയുടെയും ടാൻജന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പാരലൽ ആക്സിസ് സീറോ. ഓക്കെ വാ, എന്നിട്ട് നോക്കിയേ ഈക്വേഷൻ ഞാൻ എഴുതി. പാരലൽ ആക്സിസ് സീറോയുടെ ഇക്വേഷൻ I = ICM + MA². പാരലൽ ആക്സിസ് സീറോ ആവുമ്പോൾ ടാൻജന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓഫ് ദി ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദി ഡിസ്ക്. അതായത് ഐക്ക് പകരം നമ്മൾ രണ്ട് ആക്സിസ് ഉള്ളതിൽ ഒരു ആക്സിസ് ഇത് ICM ഉം ഇത് I ആയിട്ട് എടുക്കും. ഈ I എന്നുള്ള ഞാൻ IT ആയിട്ട് എടുത്തു. ടാൻജന്റ് ആയിട്ടുള്ളത് IT = ICM എന്നുള്ളത് ഞാൻ ID ആയിട്ട് എടുത്തു. കാരണം ഐക്ക് വരെ IT എന്ന് കൊടുത്തു, ICM വരെ ID എന്ന് കൊടുത്തു. ID + mr². അവർ തന്നിട്ടുണ്ട് ഡിസ്കിന്റെ ഡയമീറ്റർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കി mr² by 4. ഓക്കെ, അന്നേരം IDക്ക് വരെ നമുക്ക് mr² by 4 എന്ന് കൊടുക്കാം. ID = mr² by 4. സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ID = mr² by 4 + mr². ID = mr² by 4 + mr² എന്ന് പറഞ്ഞാൽ 5/4 mr². ഞാൻ അന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു mr² by 4 + mr² സാർ എങ്ങനെയാണ് 5/4 mr²? സിമ്പിൾ. mr² by 4 എന്ന് പറഞ്ഞാൽ 1/4 mr² പ്ലസ് mr² എന്ന് പറഞ്ഞാൽ 5/4 mr². അത് നോ ഡൗട്ട് അറ്റ് ഓൾ, ഒരു ഡൗട്ടേ ഇല്ല. ഓക്കെ, അന്നേരം എപ്പോഴും ഓർക്കുക, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഫോട്ടോ എടുത്ത് വെച്ചേക്കുക. ഏത് ബോഡിയുടെയും ഡയമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് സീറോ, ഏത് ബോഡിയുടെയും ടാൻജന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പാരലൽ ആക്സിസ് സീറോ. ഓക്കെ വാ, ഒരു ക്വസ്റ്റ്യനോട് ഒരു കൊനക്റ്റ് പിടിച്ച ക്വസ്റ്റ്യൻ, നമ്മൾ അതിശയിപ്പിക്കും ക്വസ്റ്റ്യൻ. അത് കണ്ട് നമുക്ക് റിജിഡ് ബോഡിയൊക്കെ തീർക്കാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ വാ, പവർ പവർ പവർ. അടുത്ത പ്രോബ്ലം. ബോർ അടിക്കുന്നില്ലേ? ബോർ അടിച്ചാലും തിരിച്ചടിച്ചോളുക, കാരണം ഇത് നമ്മുടെ ആവശ്യമാണ് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് കേട്ടോ. എ തിൻ മെറ്റൽ റിംഗ് ഓഫ് റേഡിയസ് 0.25 meter ആൻഡ് മാസ് 2 kilogram starts from rest and roll down in an inclined plane. If the linear velocity on reaching the foot of the plane is 2 meter per second, calculate its rotational kinetic energy. Rotational kinetic energy കണ്ടുപിടിക്കണ്ടേ? കാരണം ഇത്രയും ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കങ്ങ് പേടി വരും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. വിട്ട് കളയരുത്, വിട്ട് കളയാൻ പാടേയില്ല. നോക്കിയേ, തന്നിരിക്കുന്നത് നോക്കിയേ, റേഡിയസ് ഞാൻ ക്യാപിറ്റൽ ആറിലാണ് എഴുതിയിരിക്കുന്നത്. സ്മോൾ ആർ എഴുതിയാലും കുഴപ്പമില്ല. ക്യാപിറ്റൽ ആർ = 0.25 meter. മാസ് തന്നിട്ടുണ്ടല്ലോ, ആണ്ടേ മാസ് 2 kilogram, 2 kilogram. വി തന്നിട്ടുണ്ട് 2 meter per second അല്ലേ? റൊട്ടേഷൻ കൈൻഡിക് ഇക്വേഷൻ എന്തുവാ? ഇപ്പൊ നമ്മൾ പഠിച്ചാണ് പലയിടത്തായിട്ട് ½ I ω².
എന്നിട്ട് നിങ്ങൾ നോക്കി, R തന്നിട്ടുണ്ട്, M തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്. ഹാഫ് I ഒമേഗ സ്ക്വയർ വേണ്ട സാധനമൊന്നും തന്നിട്ടില്ല, I ഒമേഗ. അന്നേരം അവിടെ വെച്ച് നമ്മളങ്ങ് പരിപാടി അങ്ങ് മാറ്റും. എന്നിട്ട് നമ്മളെന്ത് അറിയോ, ഹാഫ് എം വി സ്ക്വയർ വെച്ച്. പക്ഷെ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട് ഇതിനകത്ത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതേ ഇക്വേഷൻ വെക്കണം. റൊട്ടേഷൻ കൈൻഡിക് എനർജി വേണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം സാധന കൈൻഡിക് എനർജി വെച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. റൊട്ടേഷൻ കൈൻഡിക് എനർജി ഹാഫ് I ഒമേഗ സ്ക്വയർ. I എന്ന് പറയുന്നത് mr സ്ക്വയർ ആണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ. മോഷന്റെ പ്ലെയിനകത്ത് ഓടിക്കുന്നതാണ് V ഈക്വൽ ടു R ഒമേഗ. V ഈക്വൽ ടു R ഒമേഗ. അതിന് ഒമേഗ ഈക്വൽ V ബൈ R. ഐക്കും ഒമേഗയ്ക്കും പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐക്ക് പകരം mr സ്ക്വയർ കൊടുക്കാം, ഒമേഗയ്ക്ക് പകരം V ബൈ R കൊടുക്കാം. റൊട്ടേഷൻ കൈൻഡിക് എനർജി ഈക്വൽ ഹാഫ് ഇൻറ്റു ഐക്ക് പകരം mr സ്ക്വയർ ഇൻറ്റു ഒമേഗയ്ക്ക് പകരം V ബൈ R. ഒമേഗ സ്ക്വയർ ആവും V ബൈ R ദി ഹോൾ സ്ക്വയർ. എല്ലാ സ്റ്റെപ്പ് എഴുതുന്നത് ഞാൻ എഴുതുന്ന പോലെ എഴുതാവുള്ളൂ പരീക്ഷയ്ക്ക്. കാരണം ഒരു സൈഡിൽ ഈക്വൽ സൈൻ കൊടുത്ത് ഇങ്ങനെ ഒന്നും ഇട്ട് പോകരുത്. ഒരു സൈഡ് കറക്റ്റ് ആയിരിക്കും. റൊട്ടേഷൻ കൈൻഡിക് എനർജി ഹാഫ് mr സ്ക്വയർ ഇൻറ്റു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ V സ്ക്വയർ ബൈ R സ്ക്വയർ. R സ്ക്വയറും ക്യാൻസൽ ആയി. റൊട്ടേഷൻ കൈൻഡിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. അങ്ങനെ മറ്റേ ഇക്വേഷൻ തന്നെ കിട്ടി. പക്ഷെ ഇങ്ങനെ എഴുതി പോകണം, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. റൊട്ടേഷൻ കൈൻഡിക് എനർജി ഹാഫ് ഇൻറ്റു എമ്മിന് പകരം കൊടുക്കാം 2 ഇൻറ്റു V സ്ക്വയറിന് പകരം 2 സ്ക്വയർ. റൊട്ടേഷൻ കൈൻഡിക് എനർജി ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 4 ഒരു 2 അങ്ങ് വെട്ടി. 2 ഇൻറ്റു 2 4. റൊട്ടേഷൻ കൈൻഡിക് എനർജി ടു 4 ജൂൾ. ജൂൾ അല്ല, ജൂൾ. ഇങ്ങനെയാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ഒരു പ്രോബ്ലംസ് ചെയ്തു. റൊട്ടേഷൻ കൈൻഡിക് എനർജി ന്യൂമറിക്കൽസ് ചെയ്തു, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തു, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇതെല്ലാം നന്നായിട്ട് പഠിപ്പിക്കുക. എക്സ്ട്രാ ഒക്കെ നിങ്ങൾക്ക് ഇനിയും ഞാൻ എക്സ്ട്രാ തരും. റിങ്ങിന്റെയും ഡിസ്കിന്റെ ഒക്കെ പ്രോബ്ലം നമുക്ക് എക്സ്ട്രാ നമുക്ക് വീണ്ടും ചെയ്യാം. പക്ഷെ അടുത്തത് ഞാൻ ഗ്രാവിറ്റേഷനിലേക്കായിരിക്കും പോകുന്നത്. പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ ഞാൻ തരാം. പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് വിടാം. മിസ്സാക്കരുത്. കിട്ടുന്നവരെല്ലാം ഉറപ്പായിട്ടും നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാഗ് ലൈൻ മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ മാക്സിമം മാർക്ക്. മേടിച്ചിരിക്കുന്നവർ ഉറപ്പാണ്, സംശയം വേണ്ട. പക്ഷെ നന്നായിട്ട് പഠിക്കണം. ഇത് കേട്ടിട്ട് അങ്ങ് പോയാൽ പോരാ, അങ്ങ് പഠിക്കണം. നന്നായിട്ട് അത് മൊത്തം ചെയ്തൊക്കെ ഒന്ന് നോക്കണം. സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 24 മണിക്കൂർ നിങ്ങൾക്ക് 10 മണിക്കൂറൊക്കെ അങ്ങ് പഠിച്ചോണം. ചറവറാന്ന് അങ്ങ് പഠിച്ച് പോകണം കേട്ടോ. ടപ്പടപ്പേന്ന് പറഞ്ഞാൽ മാറി കിട്ടും. മാറി വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും കേട്ടോ. നിർത്തുന്നു. ബൈ ബൈ, സി യു. ഓക്കെ വാ.